ചക്കരക്കൽ മേഖലയിൽ നാടാകെ ഭീതി പരത്തി തെരുവുനായ ആക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 30 പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. മുഖത്ത് കടിയേറ്റ ഒരാളുടെ പരിക്ക് സാരമുള്ളതാണ്. വ്യാഴാഴ്ച രാവിലെയാണ് ചക്കരക്കൽ മേഖലയിൽ വ്യാപകമായി തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 30ഓളം പേർക്കാണ് പരിക്കേറ്റത്. മുഖത്ത് കടിയേറ്റ ഗുരുതര പരിക്കുകളോടെ ഇരുവേരി സ്വദേശി ടി കെ രാമചന്ദ്രനെ ചാല മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്രവിതരണത്തിനിടെയാണ് രാമചന്ദ്രന് തെരുവുനായയുടെ കടിയേറ്റത്. 3 പേർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലും മറ്റുള്ളവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലുമാണ് ചികിത്സ തേടിയത്. അഞ്ചരക്കണ്ടി ചെമ്പിലോട് പഞ്ചായത്തുകളിൽപ്പെട്ട ചാല കോയ്യോട്, പുതുവാച്ചേരി, ഇരുവേരി, പനേരിച്ചാൽ, മുഴപ്പാല, ചക്കരക്കൽ ടൗൺ, ചക്കരക്കൽ സോന റോഡ്, ചെറക്കാത്ത് ഭാഗങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. ഒരേ നായ തന്നെയാണ് ഈ 30ഓളം പേരെയും കടിച്ചതെന്നാണ് നിഗമനം. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. വീട്ടുവരാന്തയിലും റോഡരികിലും മറ്റുമായി നിന്നവരെയാണ് പരക്കെ തെരുവുനായ ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തിട്ട് ചക്കരക്കല്ലിലേക്ക് വരുന്ന ചക്കരക്കല്ലിൽ ഒരു റോഡിൻ്റെ വരെ നായി ഇങ്ങനെ ഒരാളെ കടിച്ചിടുന്ന കാണുന്നു. കഴിച്ച് പല പ്രാവശ്യം കടിക്കുന്നു. പിന്നെ കഴുത്തിന് കടിക്കാൻ നോക്കുമ്പോൾ ഞാൻ വണ്ടി സ്പീഡ് കൂട്ടി നായിനെ അടിച്ചിടാൻ ശ്രമിച്ചു. നോക്കുമ്പോൾ എൻ്റെ അതേ ആയിട്ട് തുള്ളിയിട്ട് നായി വേറൊരു വീടിന് മുന്നിലേക്ക് ഇറങ്ങിയിട്ട് പോവുകയായിരുന്നു. സംഭവിച്ചു വെച്ചാൽ ഞാനിങ്ങനെ വടക്കേറിൻ്റെ അവിടെ പുറത്തിങ്ങനെ ഒരു അടുപ്പുണ്ട്, അവിടെ നിന്നതേനു. അന്നേരം പെട്ടെന്ന് നായി ഓടി വന്നിട്ട് കയറി പിടിച്ച്. ഞാൻ കണ്ടിട്ടില്ല, എന്നിട്ട് മറിഞ്ഞേട്ട് വീണ്. ചക്കരക്കൽ സ്വദേശികളായ ശാന്ത, അനിഖ, സിനി അനിൽ, സുമ, വിനായകൻ, മുഹമ്മദ്, ഫാത്തിമത്ത് സുൽമത്ത്, രഘുരാജൻ, എം രമേശൻ, ഷൈജു, ഷിനി, ശ്രീജ, രാമസ്വാമി, സജിനി, മനോഹരൻ, ഗോപി, താഹിറ, സാജിദ്, പ്രസന്ന, ഇതര സംസ്ഥാന തൊഴിലാളിയായ ആലം ഹുസൈൻ, ആർ വി മെട്ടയിലെ ശ്രീജൻ, വിദ്യാർത്ഥിയായ വിഷ്ണു, അനഘ, വിലാസിനി തുടങ്ങിയവരാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയത്. ചാല കോയ്യോട് റോഡിലൂടെ നടന്നു പോകുന്നവരെയാണ് ആദ്യം തെരുവുനായ ആക്രമിച്ചത്. പിന്നീടാണ് പൊതുവാച്ചേരി, ഇരുവേരി, പനേരിച്ചാൽ, മുഴപ്പാല, ചക്കരക്കൽ ടൗൺ തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവരെയും തെരുവുനായ ആക്രമിച്ചത്. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ പറഞ്ഞു. വന്ധ്യകരണത്തിനുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ആളുകൾ ആംബുലൻസിലും സ്വന്തം വാഹനത്തിലും അതുപോലെ 108 ആംബുലൻസെല്ലാം എത്തിയിട്ടുള്ളത്. ഇവിടെ ആവശ്യമായ പരിചരണം ലഭിക്കുന്നുണ്ട്. നായ പിടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലൊരു ടീമാണുള്ളത്, ABC പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അതിനൊന്ന് നായിനെ പിടിച്ച് കൊണ്ടുപോയി വന്ധീകരിച്ച് തിരിച്ചു കൊണ്ടേലാണ്. നായിനെ കൊല്ലാൻ ഇന്നത്തെ നിയമം അനുസരിച്ച് സാധ്യമല്ല. കൊല്ലുക മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസിൽ കൂടി വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് എല്ലാ വർഷവും ഈ ABC പ്രോഗ്രാമിന് പൈസ വെക്കാറുണ്ട്. അവിടെ വന്ന് അവർ പിടിച്ച് അത് വന്ധീകരിച്ചതിന് ശേഷം തിരിച്ചവിടെ തന്നെ എവിടുന്നാണോ പിടിച്ചത് അവിടെ തന്നെ കൊണ്ടാക്കുന്നതാണ് സംവിധാനമുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ പീയൂഷ് എം നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ളവരും ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. തെരുവുനായ ആക്രമണത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.